ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് തിരിച്ചടി. അമേരിക്കയിലേക്കുള്ള ജനറിക് മരുന്നുകളുടെ ഇറക്കുമതി തീരുവ 200% ഡൊണാൾഡ് ട്രംപ്. 2 വർഷം കൊണ്ടാണ് 200% ഉയർത്തുക. പി ബസന്ത വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മോദി ട്രംപ് സുഹൃത്തുക്കളാണ് എന്ന് പറയും, ഇന്ത്യ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് പറയും. പക്ഷെ അപ്പോഴും തലക്കടിയേറ്റതുപോലെ അടുത്ത തിരിച്ചടി ഇന്ത്യക്ക് വന്നിരിക്കുകയാണല്ലോ. ഇന്ന് അല്പസമയം മുമ്പാണ് US പ്രസിഡന്റ് ഈ തീരുവ വലിയ തോതിൽ ഉയർത്തുന്നുള്ള പ്രഖ്യാപനം ഉണ്ടാക്കിയത്. 200% വരുന്ന 2 കൊല്ലത്തിനുള്ളിൽ ജനറിക് മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കൂട്ടും എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യത്തെ കൊല്ലം, അതായത് ഓഗസ്റ്റ് മുതൽ 1 കൊല്ലത്തേക്ക് ശൂന്യ തീരുവയായിരിക്കും. അത് കഴിഞ്ഞ് 100%, പിന്നീട് 200% ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുക. കാരണം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകളുടെ 40% ഇന്ത്യയിൽ നിന്നാണ്. ഏകദേശം $10 ബില്യൺ ആണ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി, ജനറിക് മരുന്നുകളുടെ ഇറക്കുമതി എന്നാണ് ഇപ്പോൾ അതിന്റെ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ തന്നെ ബ്രാൻഡ് ചെയ്യപ്പെട്ട, പേറ്റന്റ് ചെയ്യപ്പെട്ട മരുന്ന് കമ്പനികളുടെ അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കാനുള്ള ലക്ഷ്യമിട്ടാണ് ട്രംപ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ 2 കൊല്ലത്തെ ആ ഒരു കാലയളവിനുള്ളിൽ ഈ ജനറിക് മരുന്ന് ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ അതിന്റെ ഉൽപാദനം മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യയെ അറിയപ്പെടുന്നത് തന്നെ ഫാർമസി ഓഫ് ദി വേൾഡ് എന്നാണ്, അല്ലെ ലോകത്തിന്റെ മരുന്നുകട എന്നുള്ള തരത്തിലൊരു വിലയിരുത്തൽ ഇന്ത്യയെ കുറിച്ചുണ്ട്. അതായത് ഈ ലോകത്താകമാനം തന്നെ ജനറിക് മരുന്നുകൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്കാണ് അത്തരത്തിലൊരു പേര് വരുന്നത്. പക്ഷേ ഈ തീരുമാനം വലിയ തോതിൽ ഇന്ത്യൻ കമ്പനികൾക്ക് തിരിച്ചടിയായിരിക്കും. കഴിഞ്ഞ കൊല്ലം ഏകദേശം $9.7 ബില്യൺ മരുന്നുകളാണ് ഇന്ത്യൻ മരുന്ന് കമ്പനികൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തത് എന്നുള്ളൊരു ഇനിഷ്യേറ്റീവിന്റെ ഒരു കണക്കാണിത്. ഏതായാലും ഇത്തരത്തിലൊരു നിർദ്ദേശം ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ്.